അലൈഹിസ്സലാത്തു വസ്സലാം വന്നു നിൽക്കുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആ 5 പ്രാവശ്യം വന്ന് നിൽക്കുമെന്ന് പറയുന്നത് 5 വഖത്ത് നിസ്കാരത്തിന്റെ സമയത്താണ്. അല്ലാഹുവേ, സുബ്ഹി നിസ്കാരത്തിന്റെ സമയത്ത് കാഞ്ഞങ്ങാടുള്ള ചെറുപ്പക്കാരാ, നിന്റെ വീടിന്റെ മുമ്പ് വന്ന് അസ്രായീൽ നിന്നെ നോക്കുമ്പോ നിന്റെ അവസ്ഥ എന്താ ചെറുപ്പക്കാരാ? പാതിരാത്രി കണ്ടുകൊണ്ടിരിക്കുന്ന 1/2 മീറ്റർ വസ്ത്രം ധരിച്ച സുന്ദരികളുടെ ആട്ടമുള്ള പാട്ടില്ലേ, ഹോളിവുഡിലെ പാട്ടില്ലേ, തമിഴ് സിനിമയിലെ പാട്ടില്ലേ, ആ പാട്ടിന്റെ രക്തത്തിളപ്പ് കണ്ട് ആസ്വദിച്ച് കിടന്നുറങ്ങിപ്പോയ ചെറുപ്പക്കാരാ, നിന്റെ റിമോട്ട് നെഞ്ചത്തു വെച്ചുകൊണ്ടല്ലേ നീ കിടന്നുറങ്ങുന്നത്? 8 മണിയായാൽ ഉണരുന്നില്ല, 10 മണിയാകുമ്പോഴാ കണ്ണു തുറന്ന് വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. എന്റെ പ്രിയമുള്ള ഉമ്മ, ഇശാ മഗ്‌രിബിന്റെ ഇടയിലെ സമയത്ത് അസ്രായേൽ കാഞ്ഞങ്ങാടുള്ള പെങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ, ഇശാഇന്റെ സമയത്ത് വന്നാൽ, മഗ്‌രിബിന്റെ സമയത്ത് വന്നാൽ, എന്റെ പെങ്ങളെ നിന്റെ വീട്ടിന്റെ അവസ്ഥയൊന്ന് നീ ചിന്തിച്ചു നോക്കുക. എത്ര മോശമാണ്, എത്ര മോശമാണ്, എത്ര മോശമാണ്. അല്ലാഹുവേ, ഓരോ മലക്കുകളും വന്നിട്ട്, ഓരോ വീട്ടിലും വന്നിട്ട്, ആ വീട്ടിലുള്ള ഓരോ വ്യക്തികളെയും നോക്കിയിട്ട് അസ്രായേൽ അവൻ റൂഹ് പിടിക്കാൻ വരുന്ന ഡേറ്റ് പറഞ്ഞു കൊടുക്കുമത്രേ. എന്റെ വീട്ടിൽ വന്നിട്ട് ആ വീട്ടിലെ അംഗങ്ങളെ മുഴുവനും നോക്കിയിട്ട് അസ്രായേൽ ഓരോരുത്തരോടും പറയും അത്രേ, അല്ലയോ നൗഷാദ് വാക്കവി, ഡേറ്റൊക്കെ നിരത്തി കൊടുത്തിരിക്കുകയാണല്ലോ, ആരെങ്കിലും ഒന്ന് ചോദിക്കുമ്പോ വലിയ ഗമയോടുകൂടി റമദാന് ശേഷം ഉള്ളൂ, ഇല്ല എന്നൊക്കെ പറയുമല്ലോ, റമദാന് ശേഷം നിങ്ങളില്ല എന്നാണ് അള്ളാന്റെ തീരുമാനം എന്ന് അസ്രായേൽ എന്നോട് പറഞ്ഞാൽ എനിക്ക് കേൾക്കാൻ കഴിയില്ല. നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ വന്ന് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് നാട്ടിന്റെ മുഴുവനും ഫിത്തിനെയും കൂടി കയ്യിലെടുത്ത് വെച്ച് പള്ളിയുടെ നടയിൽ നിന്ന് സംസാരിക്കണം കുറെ ഉപ്പുമാരുണ്ട്. മുഴുവൻ ഫിത്തിന കമ്മിറ്റിയാണ്. വളഞ്ഞങ്ങോട്ടിലേക്ക് ഒരു സിഗരറ്റ് അങ്ങോട്ട് കൊളുത്തി, അല്ലെങ്കിൽ അപ്പുറത്തെ ചായക്കടയിൽ പോയി ചായ മാറ്റി കുടിച്ച നാട്ടിലുള്ള മുഴുവൻ സഹോദരിമാരുടെ ചരിത്രം, ഒളിച്ചോടിയവരുടെ ചരിത്രം, കറാത്തവരുടെ ചരിത്രം, പെറ്റവരുടെ ചരിത്രം, ഗൽഹിപ്പോയിട്ട് മൊട്ടിച്ചോന്റെ ചരിത്രം, വീട് വെച്ചോന്റെ ചരിത്രം മൊത്തം പറഞ്ഞ് അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അസ്രായേൽ വന്നിട്ട് പറയും, ഹലോ മുഹമ്മദ് കുഞ്ഞ് സാഹിബേ, ഒരുപാടൊന്നും താളം വിടണ്ട, ഒരു 10-15 ദിവസം കൂടെ ഉള്ളൂ, സംഭവമൊക്കെ കഴിഞ്ഞിരിക്കുക, മൂപ്പർക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. വീടിന്റെ അകത്തിരുന്നു കൊണ്ട് സീരിയൽ കണ്ട് കസേരയിരുന്ന് കണ്ണീരൊഴുക്കുന്ന ലോകത്തെ ഏറ്റവും മടയായ പെണ്ണ്, ലോകത്തെ ഏറ്റവും മടയികളെ, ബുദ്ധിയില്ലാത്തവർ, മന്ദബുദ്ധികൾ അവരല്ലേ. ഒരു സന്തോഷം എനിക്ക് തോന്നി, കാസർഗോഡ് ജില്ലയുടെ ഒരു വാർത്ത പത്രമാധ്യമത്തിൽ വായിച്ചു, ഏത് സ്ഥലമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. 100-300 സ്ത്രീകൾ സീരിയൽ കാണൽ ഞങ്ങൾ അവസാനിപ്പിച്ചു എന്ന് പ്രതിജ്ഞയെടുത്തു എന്നറിയാൻ കഴിയും. അല്ലാഹു തആല ആ സഹോദരിമാരെ അല്ലാഹു പൂർണ്ണമായും സ്വർഗം കണ്ടു ഭരിക്കുന്ന ഭാഗ്യവതികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതൊക്കെ നല്ല തീരുമാനങ്ങളാണ്, അതൊക്കെ നല്ല തീരുമാനം. നിങ്ങൾ പറയും 1/2 മണിക്കൂർ ഒരു സീരിയലിന്റെ മുമ്പ് ഇരുന്ന് കണ്ടെന്ന് പറഞ്ഞു, ഓ പിന്നെ ലോകം കഴിഞ്ഞു, അല്ല പിന്നെ ഒന്ന് പിന്നെ അടിക്കാൻ പോകില്ല, ഇത്തിരി ഒരു സീരിയലുണ്ട്, ആ ശാലിച്ച് പ്രസവിക്കണ കൊച്ചിനെ വളർത്താനായിട്ട് കണ്ടെന്ന് പറയും, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, 1/2 മണിക്കൂർ ഒരു ദിവസം വെച്ച് അതിന്റെ മുമ്പ് ചെലവഴിക്കുന്നു. അങ്ങനെ എത്ര സീരിയലുകൾ, എത്ര ചാനൽ പ്രോഗ്രാമുകൾ ഒന്ന് കണക്കാക്കി നോക്കിയാൽ ഈ സമുദായത്തിന്റെ വിലപ്പെട്ട സമയം. പണ്ട് യാസീനും തബാറക്കല്ലതയും സൂറത്തിൽ പിന്നെ അർറഹ്മാനും ഒക്കെ ഓതാൻ വേണ്ടി വിനിയോഗിച്ചിരുന്ന ആ വിലപ്പെട്ട സമയം ഇന്ന് എന്തിനാ ചെലവഴിക്കുന്നത്? നമ്മുടെ ഈ പരിസരത്തുണ്ടല്ലോ ഹൈന്ദവ സഹോദരിമാർ, എത്ര ചാനലും കേബിളും പ്രോഗ്രാമും ഒക്കെ ഉണ്ടെങ്കിലും അവരോ രാത്രി ആയിക്കഴിഞ്ഞാൽ അവരെ വീട്ടിലുണ്ടാവും കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ കൃഷ്ണ കൃഷ്ണ ജനാർദ്ദന. ചെമ്പരത്തി പൂവൊക്കെ ഒരു ചെറിയ പാത്രത്തിലിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ദൈവത്തിന്റെ മുമ്പ് കൈകൂപ്പി എന്ന് പാടുന്നു. നമ്മൾ ആ സമയത്ത് മക്കളെ സുരേഷ് ഗോപി എങ്ങനെ മോനെ മാപ്പച്ചിനെ മോൻ കാണിക്കങ്ങനെ കാണിക്കുക, അമ്മൂട്ടി എങ്ങനെ മക്കളെ ഉമ്മയുടെ മക്കള് പറയുക അല്ലേ? നിന്റെ കബറിന്റെ മുകളിൽ നായ വന്ന് കാട്ടിച്ചാലും പൊന്നുമോന്റെ സലാം കിട്ടുമെന്ന് നീ കരുതണ്ട. അങ്ങനെയല്ലേ വളർത്തിക്കൊണ്ടുവന്നത്.
ദുനിയാവാണ് ജീവിതം എന്ന് കരുതി തലച്ചോറ് എവിടെ കൊണ്ട് കളഞ്ഞു എന്റെ പ്രിയപ്പെട്ട സമുദായമേ, എവിടെ കൊണ്ട് കളഞ്ഞു? ഓരോരുത്തരോടും അസ്രായേൽ വന്നിട്ട് മരണേറ്റ് പറയുമ്പോൾ ഒന്നും അറിഞ്ഞുകൂടാതെ വാതുറന്ന് വീട്ടിന്റെ അകത്തിരുന്ന് പൊട്ടിച്ചിരിക്കുന്ന പെണ്ണെ, പാതിരാ സമയങ്ങളിൽ ആനന്ദവും ആഹ്ലാദവും ആസ്വാദനവുമായി കഴിഞ്ഞുകൂടുന്ന സമുദായമേ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു എല്ലാ വീട്ടിലും വരുന്നതാണ്. ഒരു ദിവസം 5 നേരം വരുന്നതാണ് അസ്രായീൽ. വന്നു നോക്കിയിട്ട് പോകുന്നതാ. പിന്നെ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് 366 പ്രാവശ്യമാണ് ഒരു മനുഷ്യന്റെ മുഖത്തേക്ക് അസ്രായീൽ മരണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നോക്കുന്നത്. 367ാമത്തെ പ്രാവശ്യം പിന്നെ അവന്റെ റൂഹ് പിടിക്കാനാ വരുന്നത്. അല്ലാഹുവേ, എന്തോരു ഭയാനകരമായ രൂപമാ! ആ സമയത്ത് എങ്ങനെ സാധിക്കും പ്രിയപ്പെട്ടവര്? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മരിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന് കൊടുക്കുന്നത് ഏറ്റവും വലിയ 3 ഭയങ്ങളാണ്. മരിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ ഭയം 3 ഭയങ്ങളാണ്. ഒന്ന്, മുശാഹദത്തു സൂറത്തു മലക്കിൽ മൗത്തി. മലക്കിൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ നേരിട്ട് കാണുക എന്നതാണ് ഒന്നാമത്തെ ഭയം. കാണാതെ ആർക്കും മരിക്കാൻ പറ്റില്ല. ലോകത്ത് മരിച്ചവരൊക്കെ അസ്രായീലിനെ കണ്ടവരാണ്. എങ്ങനെയാണെന്ന് അവരൊക്കെ കണ്ടു, നമ്മൾ കണ്ടിട്ടില്ല. കണ്ടേ നമ്മൾ മരിക്കും. അസ്രായീലിനെ കാണാതെ മരിക്കാൻ നമുക്ക് സാധ്യമല്ല. അസ്രായീലിനെ കണ്ടേ നമ്മൾ മരിക്കൂ. കാണാതെ ഒരാളും ലോകത്ത് മരിക്കൂല. എല്ലാവരും കാണും, എല്ലാവരും കാണും. ചില പ്രവാചകന്മാരുടെ മുന്നിൽ അസ്രായീൽ പല രൂപത്തിലും ചെന്നിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ ഈ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അസ്രായീലിനോട് പറഞ്ഞു, വൃത്തികെട്ട കള്ളുകുടി പെണ്ണുകുടിയിട്ടൊക്കെ നടക്കുന്ന ജനങ്ങളെ റൂഹ് പിടിക്കാൻ നീ വരുന്ന രൂപം എനിക്കൊന്ന് കാണിച്ചു തരുമെന്ന് ചോദിച്ചു. ഇബ്രാഹിം നബിയുടെ ഒരു ആഗ്രഹമായിരുന്നു. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞതാ, ഹൽ തസ്തതിഉ അൻ തുരിയനി സൂറത്തക്കല്ലദീ തഖ്ബിദു അലൈഹാ റൂഹൽ ഫാജിരീൻ. വൃത്തികെട്ടവരായി ജീവിക്കുന്ന, സംസ്കാരശൂന്യരായി ജീവിക്കുന്ന, കള്ളുകുടിക്കുന്ന, പെണ്ണുപിടിക്കുന്ന, ഇബാദത്തിനെ കളവാക്കി പുറംകാലുകൊണ്ട് വലിച്ചെറിയുന്ന വർഗത്തിന്റെ റൂഹ് പിടിക്കാൻ അസ്രായീലേ, നീ വരുന്ന രൂപമൊന്ന് എനിക്ക് കാണിച്ചു തരുമോ അസ്രായീൽ? ആരാ ചോദിക്കുന്നത്? ഇബ്രാഹിം നബിയാ. ആരോടാ ചോദിക്കുന്നത്? അസ്രായീലിനോടാ. എന്റെ ഈ കാഞ്ഞങ്ങാട് അരയിൽ പള്ളിയുടെ മുറ്റത്ത്, മസ്ജിദിന്റെ മുറ്റത്ത് തടിച്ചു ഓടിയിരിക്കുന്നവരെ, അസ്രായീൽ അലൈഹിസ്സലാം നമ്മെ റൂഹ് പിടിക്കാൻ വരുന്നത് ഈ രൂപത്തിലാണോ പ്രിയപ്പെട്ടവരെ? അഴിഞ്ഞാട്ടത്തിന് സടിക്ക് വാങ്ങിയ പ്രിയപ്പെട്ട സമുദായമേ, പിശാചെന്ന് പറയുന്നുവോ അത് ചെയ്യാൻ കാത്തിരിക്കുന്നവരെ, ശൈത്താനെന്ന് പറയുന്നുവോ അതുപോലെ ഞാനുണ്ടെന്ന് പറയാൻ കാത്തിരിക്കുന്നവരെ, അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമ്പോ ഏത് കോലത്തിലാ വരുന്നത് റബ്ബേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നു, അല്ലാഹുവിന്റെ വെറുപ്പ് സമ്പാദിച്ചവരെ നീ റൂഹ് പിടിക്കാൻ വരുന്നത് എങ്ങനെയാ? എനിക്ക് അസ്രായീൽ അലൈഹിസ്സലാം പറഞ്ഞ് കാണാൻ കഴിയില്ല. ലാ തുതീഖു ദാലിക, നിങ്ങൾക്ക് കഴിയില്ല നബിയേ, കഴിയില്ല നബിയേ. ഇബ്രാഹിം നബി പറഞ്ഞു, അസ്രായീലേ, എനിക്ക് മനസ്സിന്റെ കട്ടി കൂടുതലാ, എനിക്ക് ഈമാനിന്റെ ശക്തി കൂടുതലാ, എനിക്ക് നിന്നെ കാണാൻ കഴിയുന്നവരാണ്. അങ്ങനെ റൂഹ് പിടിക്കാൻ വരുന്ന രൂപം എനിക്കൊന്ന് കാണിച്ചു വരണമെന്ന് പറയുമ്പോ എന്റെ ഈ കാഞ്ഞങ്ങാട് ഭാഗത്ത് വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് കേട്ടുകൊള്ളുക, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുകയാണ്, അങ്ങനെ ഞാൻ കാണാൻ തീരുമാനിച്ചു. അസ്രായീൽ കള്ളുകുടിയന്മാര്, പെണ്ണുപിടിയന്മാര്, പാവപ്പെട്ടവർക്ക് പലിശയ്ക്ക് പണം കൊടുപ്പിട്ട് ജീവിക്കുന്നവര്, അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് കയറി ഇബാദത്ത് ചെയ്യാത്തവര്, തലമറക്കാതെ നടക്കുന്ന പെണ്ണേ, കടയിൽ നിന്ന് പർദ വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് മിഷ്യനിൽ വെച്ചിട്ട് ഇടുപ്പ് ചെറുതാക്കുന്ന ടൈറ്റാക്കുന്ന പെണ്ണേ, കടയിൽ പോയി പർദ വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിന്റെ മിഷ്യനിൽ വെച്ചിട്ട് ഈ 2 ഭാഗം ചെറുതാക്കുക. അപ്പൊ ഇവിടെ ഇങ്ങനെ ഇറുകി വരുമ്പോ ശരീരത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഉയർന്നു വരും. ലോകത്ത് നമ്മൾ റോഡിലൂടെ നടന്നു പോയാൽ കടവക്കിലിരിക്കുന്ന ചെറുപ്പക്കാർക്ക് അതൊരു ആനന്ദമാണ്. നോക്കളെ, നോക്കി, ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു.
എന്നിട്ട് അവനോ സുബ്ഹാനല്ലാഹ് ഇന്ന് പെണ്ണിനെക്കാളും സൗന്ദര്യത്തിന് വേണ്ടി ഓടി നടക്കുന്നവനാണ് ചെറുപ്പക്കാർ. എത്രയോ ചെറുപ്പക്കാർ പറയുന്നുണ്ട് ഇന്ദുലേഖ ചേർത്തതിന് ശേഷം മുടി കുടിയുന്നില്ല. പണ്ട് ചെറുപ്പക്കാർക്ക് ഇങ്ങനെ വല്ല ബോധം ഉണ്ടായിരുന്നു? ഇന്ന് അവന്മാരാണ് മുടി വളർത്താൻ ആകെ മരുന്നേക്കുന്നത്. ഇന്ന് അവരാണ് മുടി വളർത്താൻ. അത് മാത്രമല്ല, ഒരു സഹോദരൻ പെണ്ണ് കാണൽ ചടങ്ങിന് പോയത് കണ്ടിട്ട് എനിക്ക് ചിരി വന്നുപോയി. ഓന്തിന്റെ പുറം പോലെ അവന്റെ തലയിരിക്കുകയാണ്. മുടി ഇങ്ങനെ മുടി ഇങ്ങനെ ഇരിക്കാണ്. ഞാൻ ചോദിച്ചാൽ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഇതൊക്കെയാണ് ഉസ്താദെ ഇഷ്ടം. സിസ്ലേക്ക് ഒക്കെ വേണം തലയെന്ന് പറഞ്ഞ ഗണ്ണം സ്റ്റൈൽ, സുഗുണ സ്റ്റൈൽ. അപ്പൊ അവർ ഈ തല ഇങ്ങനെ ഇരിക്കണം, അതുപോലെ മസിൽ ഇങ്ങനെ കുറച്ചിങ്ങനെ കിടക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെടുള്ളൂ. അങ്ങനെ കാലത്തിനൊത്ത് കോലം, രൂപം, ഭാവം വെട്ടിമുറിച്ചു പോലെ സമുദായമേ മറന്നു പോകരുത്. നോട്ട് കെട്ടി കയ്യിൽ വരുമ്പോ അള്ളാഹുവിന്റെ ദീനിനെ വെട്ടിമുറിക്കാമെന്ന് കരുതരുത്. അത് കേൾക്കാൻ വന്നിരിക്കുമ്പോ സഹോദരിമാരുടെ അസറായിൽ വരുന്നു എന്ന് പറഞ്ഞ് ഇവിടെ നിങ്ങനെ മറച്ചോ വരണടി ഇങ്ങനെ കരഞ്ഞ് ആമീൻ പറഞ്ഞിരിക്കും. അത് കഴിഞ്ഞ് പോകുമ്പോഴോ സുബ്ഹാനല്ലാഹ് നിങ്ങൾ നോക്കണം. ഈ ഷാള് തന്നെ ചിലപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പോണതാണ്. മഴയില്ലടി ആയിഷ, മഴയില്ല. അതിന്റെ മജ്ലിസിന്റെ പോണ പോക്ക. കല്യാണ വീട്ടിലല്ല, സിനിമാ തിയേറ്ററിലല്ല, പൂരപ്പറമ്പിലല്ല, സർക്കസ് കൂടാരത്തിലല്ല, അല്ലാഹുവിന്റെ ദീൻ പറഞ്ഞ അതിന്റെ മജ്ലിസിന് പോകുന്ന പോക്ക്. കാരണം എന്താ, എല്ലാം ഇച്ചിരി നേരത്തേക്കായി പോയി നമ്മുടെ തലച്ചോറ്. അസ്രായേൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പുല്ലുവിലയാ, ഭയമില്ല നമുക്ക്. കാരണം നമുക്ക് കുറച്ച് നോട്ട് കെട്ടില്ലേ, കൈ നൊടിച്ചാൽ കൂട്ടുകാരുണ്ട്, ബന്ധങ്ങളുണ്ട് അല്ലേ? മന്ത്രിമാരുടെ പി എ പരിചയമില്ലാത്ത ആരുമില്ല കാസർഗോഡ് ജില്ലയിൽ. എല്ലാവരും എല്ലാ മന്ത്രിമാരെ പി എ വലിയ രാവിലെ വിളിച്ചിരുന്നു. മിനിസ്റ്റർ സാഹിബ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാപ്പി കുടിച്ചോ എന്ന് എന്നെ വിളിച്ച് ചോദിക്കും. അതായത് പണഞ്ഞാൽ മതി, അങ്ങനെ കമ്പനിയാണ്. ബന്ധങ്ങൾ ആവശ്യമാണ്. അതെന്തിനാ ഒരു മന്ത്രിയുടെ പി എ കമ്പനി അടിക്കാനൊന്നും ഇന്ന് ആരും വലിയ കഷ്ടപ്പാടൊന്നും കാണിക്കേണ്ട കാര്യമില്ല. കാരണം പാവപ്പെട്ട ഒരുപാട് മന്ത്രിമാരുണ്ട്, അതിനേക്കാളേറെ സാധുക്കളായ ഒരുപാട് പി എമാരുണ്ട്, ഇഷ്ടം പോലെ. പക്ഷെ അതിനെ ഒന്നും നമ്മൾ ഉപയോഗപ്പെടുത്തരുത്. ചില ആൾക്കാർ പറയുന്നത് എന്താ, തങ്ങൾ പറഞ്ഞു വെച്ചു എന്ന് പറഞ്ഞിട്ട് പോലും അയാൾ ഡേറ്റ് തന്നില്ല. നിങ്ങളോട് ഞാൻ പറയട്ടെ, ഈ പാവപ്പെട്ട 15 സംഘാടകർ, 15ഓ 14ഓ സംഘാടകർ ഗൾഫിൽ നിന്ന് 15 ദിവസത്തേക്ക് ലീവ് എടുത്തു ഈ പരിപാടി നടത്തി. ഞാൻ അവരോട് പറയുന്നു, നിങ്ങളിവിടെ ഉദ്ഘാടനം ചെയ്യാമെന്ന് തങ്ങള് അല്ലെങ്കിൽ ഹൈദരലി തങ്ങൾ പറഞ്ഞു, ഒരു ഡേറ്റ് എനിക്ക് വേറെ സ്ഥലത്ത് കൊടുക്കണം, നിങ്ങളൊന്ന് ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞ ഈ മക്കൾ സമ്മതിക്കൂല. അതൊരു നാടിന്റെ വിപ്ലവമാണ്, ഒരു നാടിന്റെ ഉത്സവമാണ്, ഒരു നാടിന്റെ ആത്മീയതയുടെ പൂരമാണ്. അതവർക്ക് ഇതുപോലെ നടത്തണം. അവരെത്ര ഇന്ന് ഈ സദസ്സ് കണ്ടിട്ട് അവർ കരയുന്നുണ്ട്. അവർക്ക് ചിലപ്പോ ബിൽഡിംഗ് കിട്ടാൻ പൈസ കിട്ടിയെന്ന് വരില്ല, അവർക്ക് ചിലപ്പോ എല്ലാം നഷ്ടപ്പെടാം. പക്ഷേ അവരോടി നടന്ന് വിയർപ്പൊടുക്കിയതിന് പകരം ഈ ജനസഞ്ചയം ഇവിടെ വന്നുള്ളൂ. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി, എന്തെല്ലാം അവര് കേട്ടു, എന്തെല്ലാം അവര് സഹിച്ചു, എന്തെല്ലാം അവര് ക്ഷമിച്ചു. എന്നാ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ കണ്ണ് നിറഞ്ഞു തുളുമ്പുകയാണ്. സങ്കടം കൊണ്ടല്ല, അല്ലാഹുവിനോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ കഷ്ടപ്പാടിന് പകരം അല്ലാഹുവേ, ഞങ്ങൾക്ക് ആരും അംഗീകരിക്കാത്ത ഞങ്ങളുടെ പള്ളിയുടെ മുറ്റത്ത് ഇത്രയും ഒരു ജനസഞ്ചയത്തിന് തന്നല്ലോ എന്ന് പറഞ്ഞവരെ സന്തോഷിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് പി എമാരെ പിടിപാടുന്ന വെച്ച് അള്ളാഹുവിന്റെ ദീൻ അളക്കരുത്. പാണക്കാട് തങ്ങന്മാരെന്ന് പറഞ്ഞാൽ പൂ പോലെ മൃദുലമുള്ളവരാണ്. ആര്ജെന്ന് പറഞ്ഞാലും കത്ത് കൊടുത്തു, ആര്ജെന്ന് പറഞ്ഞാലും ഫോൺ വിളിച്ചു. ആരോടും ഒരു വെറുപ്പില്ല, ആരോടും ഒരു വെറുപ്പുമില്ല. ലോകത്ത് ഒരു കരുണ പഠിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കണമെന്ന് മഹാത്മാഗാന്ധിജി പറഞ്ഞെങ്കിൽ ആ ഒരു ആദർശം ലോകത്ത് ഒരു ഹൈന്ദവൻ പോലും ചെയ്യാത്ത കാലഘട്ടത്തിൽ പാണക്കാട് കുടുംബത്തിന്റെ മുറ്റത്ത് പോയി നിന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു കല്ല് പറക്കി നിങ്ങൾ അകത്തൊക്കെ എറിഞ്ഞാലും ആ കല്ലെടുത്ത് മാറ്റിയിട്ട് എറിഞ്ഞയാളിന് വെള്ളം കുടിച്ചു എന്ന് ചോദിക്കാൻ ഇന്ന് കേരളത്തിൽ മനസ്സുള്ള ഒരേ ഒരു കുടുംബം പാണക്കാട് കുടുംബം. നിങ്ങൾ ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ ലീഗുകാരനാണെന്ന് ധരിക്കരുത്. അതുകൊണ്ടല്ല, അഹ്ലു ബൈത്തിനോടുള്ള പ്രേമവും പ്രതിബദ്ധതയും ഇഷ്ടവും ആനന്ദവും അതെത്ര പറഞ്ഞാലും തീരാത്തത് കൊണ്ട് ഞാൻ
പറയുക. അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് നമുക്ക് നിറച്ചു തരുമാറാകട്ടെ. ആമീൻ. അപ്പോൾ ആ പിടിപാട് ഒന്നും ആ ബന്ധങ്ങളൊന്നും ഇവിടെ വില പോവില്ല. ഏത് രീതിയിലായിരിക്കും നമ്മെ പിടിക്കാൻ വരുന്നത്? കാത്തിരിക്കുക പ്രിയപ്പെട്ടവരെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുകയാ, കാണാൻ എനിക്ക് സമയമായി. അസ്രായീൽ പറഞ്ഞ നബിയെ കണ്ടുകൊള്ളുക, ആ കണ്ണും നടച്ചിട്ട് തുറന്നുകൊള്ളുക. ഞാൻ ആ കണ്ണടച്ചിട്ട് തുറന്നപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുകയാ, ഫൈദാഹു ബിറജുലിൻ അസ്വദാ, കറുത്ത് കരിവാളിച്ചു പോയ ഒരു മനുഷ്യരാണ്. വല്ലാത്ത ഉയരമാണ്. അസ്രായീലിന്റെ തലയുണ്ടല്ലോ ആകാശത്ത് മുട്ടി നിൽക്കുന്ന പോലെ തോന്നിപ്പോവുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുകയാണ്, പേടി തോന്നിപ്പോയി, ഭയം തോന്നിപ്പോയി, അത്ഭുതം തോന്നിപ്പോയി, സങ്കടം തോന്നിപ്പോയി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുകയാണ്, അസ്രായീലിന്റെ വായ്ക്കകത്ത് നിന്ന് നരകത്തിന്റെ തീ പുറത്തേക്ക് വരികയോ, അസ്രായീലിന്റെ കണ്ണുകൾ നിന്ന് തീ പുറത്തേക്ക് വരികയാ. കണ്ണുകൾ രണ്ട് തീഗോളം പോലെ പടർന്നു കയറുകയാ. അസ്രായീലിന്റെ കാതുകളുണ്ടല്ലോ, ആ കാതുകൾ തീ പുറത്തേക്ക് വരികയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബോധം കെട്ട് വീണു പോവുകയാണ്. അല്ലാഹുവേ, ആകാശത്ത് പറന്നു പോകുന്ന പറവകളെ പോലും കത്തിക്കരിച്ച് കളയുന്ന നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിന് മുന്നിൽ ഭയം കൂടാതെ നെഞ്ചു വിരിച്ചു നിന്ന ഖലീലുള്ളാഹ്, ഒരു ഭയപ്പാടും കൂടാത്ത ഖലീലുള്ളാഹ്, ലവലേശം പോലും മനസ്സിന്റെ അകത്ത് ഒരൽപ്പം പോലും മറ്റുള്ള വസ്തുക്കളോടുള്ള ഭയം വരാത്ത ഖലീലുള്ളാഹ് അലൈഹിസ്സലാത്തു വസ്സലാം ബോധം കെട്ട് വീണു പോവുകയാ. എന്ത് കണ്ടിട്ടാ പ്രിയപ്പെട്ടവര്? അസ്രായീലിന്റെ വരവ് കണ്ടിട്ടാ. ആരെ റൂഹ് പിടിക്കാനുള്ള വരവാണ്. എന്റെ കാഞ്ഞങ്ങാട് ഭാഗത്ത് വന്നിരിക്കുന്ന ചെറുപ്പക്കാരാ, നീ നിസ്കാരം തുടങ്ങിയല്ലോ, നീ വ്യഭിചാരം നിർത്തിയല്ലോ, നീ ഹറാമാണ് പലതും നിർത്തിയല്ലോ.